നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. നാളെ ശിവരാത്രിയാണ്. ശ്രീ പരമേശ്വരൻ്റെ കൃപയ്ക്കായി വ്രതാനുഷ്ഠാനങ്ങളിലാണ് ഭക്തരിപ്പോൾ. കലിയുഗത്തിലെ താരക മന്ത്രമാണ് ഓം നമഃശിവായ മന്ത്രജപം. ശിവ എന്ന ശബ്ദത്തിന് മംഗളം എന്നർത്ഥം. ഇഹലോക ജീവിതത്തിൽ മംഗളമായതെന്തും സാധിപ്പിക്കുന്ന മന്ത്രം, അമംഗളത്തെ തടയുന്ന മന്ത്രം. 3 തരത്തിലുള്ള താപത്രയങ്ങളാണ് ഓരോ മനുഷ്യരും അനുഭവിക്കുന്നത്. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നിങ്ങനെയാണ് താപത്രയങ്ങൾ. അത്തരത്തിലുള്ള താപത്രയങ്ങളുടെ നാശമാണ് ശിവശബ്ദത്തിലൂടെ സാധ്യമാകുന്നത്. സർവമംഗള സ്വരൂപനാണ് ശിവൻ. പരബ്രഹ്മ സ്വരൂപനാണ് ശിവൻ. ശി എന്ന ശബ്ദം കൊണ്ട് ആധ്യാത്മിക ദുഃഖവും, വ എന്ന ശബ്ദം കൊണ്ട് ആദിഭൗതികവും, യ എന്ന ശബ്ദം കൊണ്ട് ആദിദൈവികവുമായ ദുഃഖവും അകറ്റപ്പെടുന്നു എന്നാണ് വിശ്വാസം. മനുഷ്യജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ഈ 3 വിഭാഗത്തിൽ പെടും. ആ ദുഃഖങ്ങളുടെ ശാന്തിയാണ് നമഃശിവായ എന്ന മന്ത്രജപത്തിലൂടെ കൈവരുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. വിശ്വംഭരാ പരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ സസ്യസമ്പൂർണയായി വന്നിതവനിയും ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംയുത പക്വങ്ങളോടു കലർന്നു നിന്നിടുന്നു. ദുർഗന്ധപുഷ്പങ്ങളക്കാലമൂഴിയിൽ സൽഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ 100,000 തുരകങ്ങൾ പശുക്കളും 100,000 പുറം പിന്നെയും 30 കോടി സുവർണഭാരങ്ങളും സുബ്രാഹ്മണർക്കു കൊടുത്തു രഘുത്തമൻ. വസ്ത്രാഭരണമാല്യങ്ങൾ അസംഖ്യമായി പൃഥ്വീസുരോത്തമന്മാർക്കു നൽകിയിടിനാൻ. അടുത്തതായി രാമായണ ദർശനം. അഭിഷേകത്തെ തുടർന്ന് ശ്രീരാമൻ രാജ്യം ഭരിക്കാൻ തുടങ്ങി. ഭരണാധികാരിയെ ആശ്രയിച്ചായിരിക്കും ആ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധി. ശ്രീരാമൻ രാജാവായതോടെ ഭൂമി സസ്യസമ്പൂർണമായി. എല്ലാ ഗ്രഹങ്ങളിലും ഉത്സവ സമാനമായ അന്തരീക്ഷമായി. ദുർഗന്ധമുള്ള പുഷ്പങ്ങൾ പോലും സുഗന്ധങ്ങളായി തീർന്നു. ഈ സന്ദർഭം വിവരിക്കുകയാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി. അഭിഷേകം കഴിഞ്ഞ് ആർദ്രഭാവത്തോടുകൂടിയിരിക്കുന്ന ശ്രീരാമനെ കണ്ട് ആനന്ദത്തോടുകൂടി എല്ലാവരും ചുറ്റുപാടിരിക്കുകയാണ്.
എങ്ങനെയുള്ള രാമനെ? സിംഹാസനോപരി സീതയാ സംയുതം, സിംഹാസനോപരി സീതയോട് ചേർന്നവനെ, സിംഹപരാക്രമം സൂര്യകോടിപ്രഭം, സിംഹതുല്യ പരാക്രമത്തോടൊത്തവനും ഒരു കോടി സൂര്യന്മാർക്ക് തുല്യം പ്രഭയോടുകൂടിയവനും, സോദരവാനര താപസ രാക്ഷസ ഭൂദേവ വൃന്ദ നിഷേവ്യമാണം പരം, സോദരന്മാരാലും ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ ഇവരാലും, വാനരന്മാരാലും സുഗ്രീവൻ, ഹനുമാൻ തുടങ്ങിയ വാനരന്മാരാലും, താപസന്മാരാലും, വിഭീഷണൻ തുടങ്ങിയ രാക്ഷസന്മാരാലും, ഭൂദേവന്മാരാലും, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരാലും നിഷേവ്യമാണം നല്ലപോലെ സേവിക്കപ്പെടുന്നവനായ പരനെ. എങ്ങനെയുള്ള പരനെ? രാമാഭിഷേകതീർത്ഥാർദ്രമാം വിഗ്രഹം, രാമൻ്റെ രാജാഭിഷേകത്തിൻ്റെ ആ ജലം അഭിഷേകം കൊണ്ട്, അഭിഷേക തീർത്ഥം കൊണ്ട് ആർദ്രമായ വിഗ്രഹത്തോട്, ശരീരത്തോട് കൂടിയവൻ, നനഞ്ഞ ശരീരത്തോട് കൂടിയവൻ. എങ്ങനെയുള്ളവൻ? ശ്യാമളം കോമളം ചാമീകരപ്രഭം, ശ്യാമളവർണ്ണത്തോടു കൂടിയ, ഇരുണ്ട വർണ്ണത്തോടു കൂടിയ, കോമള ശരീരത്തോടു കൂടിയ, ചാമീകരപ്രഭം ഉരുക്കിയ സ്വർണം പോലെ പ്രഭയോടൊത്ത, ചന്ദ്രബിംബാനനം, ചന്ദ്രബിംബത്തിന് തുല്യമായ മനോഹരമായ മുഖത്തോടു കൂടിയ, ചാർവായതഭുജം, ചാർവായതഭുജം എന്ന് പറഞ്ഞാൽ ചാരുവായ, ആയതമായ, വികസിതമായ കൈകളോട് കൂടിയവൻ, വളരെ മനോഹരങ്ങളായ നീണ്ട കൈകളോട് കൂടിയവൻ, ചന്ദ്രികാ മന്ദഹാസോജ്വലം രാഘവം, ചന്ദ്രികയെപ്പോലെ, നല്ല പൂനിലാവിനെ പോലെ മനോഹരമായ മന്ദഹാസം കൊണ്ട് ഉജ്ജ്വലമായ മുഖകാന്തിയോടുകൂടിയ രാമനെ ധ്യാനിപ്പവർക്ക് അഭീഷ്ടാസ്പദം, ധ്യാനിക്കുന്നവർക്ക് സകല ആഗ്രഹങ്ങളും നേടുന്നതിന് ആസ്പദമായ ശ്രീരാമനെ കണ്ടു കണ്ട് കണ്ട് ആനന്ദം ഉൾക്കൊണ്ടിരുന്നു ഇതെല്ലാവരും. ഇവിടെയൊക്കെ അധ്യാത്മരാമായണ മൂലത്തിന് യഥാർത്ഥമായ ഒരു അനുവാദമാണ് എങ്കിലും എഴുത്തച്ഛൻ്റെ ആ ഒരു ഭക്തിയാവേശിത ഭാവം ഈ വർണ്ണനകളിലൊക്കെ നമുക്ക് സുസ്പഷ്ടമായി മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും വിശ്വംഭരാപരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരേ, സസ്യസമ്പൂർണയായി വന്നിതവനിയും ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും, വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംയുക്ത പക്വങ്ങളോടു കലർന്നു നിന്നിടുന്നു. ദുർഗന്ധ പുഷ്പങ്ങളെക്കാലമൊഴിയിൽ സദ്ഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ, 100,000 തുരകങ്ങൾ പശുക്കളും 100,000 പുറം പിന്നെയും 30 കോടി സുവർണഭാരങ്ങളും സുബ്രാഹ്മണർക്കു കൊടുത്തു രഘുത്തമൻ. അങ്ങനെ അഭിഷേകം കഴിഞ്ഞ് ഭൂപരിപാലനം ചെയ്യാൻ ആരംഭിച്ചു രാമൻ. അങ്ങനെ ഭൂപരിപാലനം ചെയ്തുകൊണ്ട് വിശ്വനാഥൻ ശ്രീരാമൻ വസിക്കുന്ന കാലത്ത് ഭൂമി സസ്യസമ്പൂർണയായിത്തീർന്നു. ഭരണാധികാരിക്കനുസരിച്ചാണ് ആ പ്രദേശത്തെയും രാജ്യത്തിലെയും സമ്പൽ സമൃദ്ധി. ഐശ്വര്യയുക്തരായ ഭരണാധികാരികൾക്കനുസൃതമായി ജഗത്തും ഐശ്വര്യയുക്തമാകും. ശ്രീരാമൻ അഭിഷേകം ചെയ്യപ്പെട്ടതോടുകൂടെ സസ്യസമ്പൂർണയായി വന്നിതവനിയും ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും, എല്ലാ ഗൃഹങ്ങളിലും ഉത്സവങ്ങളാണ്, ആനന്ദം എങ്ങും തത്തിക്കളിക്കുന്നു. വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംയുക്ത പക്വങ്ങളോട് കലർന്നു നിന്നിടുന്നു. പക്വങ്ങൾ, പഴങ്ങൾ, അതിസ്വാദുള്ള പഴങ്ങളോടൊത്തവയായി എല്ലാ വൃക്ഷങ്ങളും, വൃക്ഷങ്ങൾക്കെല്ലാം സന്തോഷമായി. ദുർഗന്ധ പുഷ്പങ്ങൾ അക്കാലം ഒഴിയിൽ ഭൂമിയിൽ സദ്ഗന്ധയുക്തങ്ങളായി വന്നു. ദുർഗന്ധമുള്ള പുഷ്പങ്ങളിലൊക്കെ പരിവർത്തനം സംഭവിച്ചു. അവയൊക്കെ സുഗന്ധമുള്ള
പുഷ്പങ്ങളായി തീർന്നു. 100,000 കുതിരകൾ, പശുക്കളും 100,000-ൽ പുറം പശുക്കളും, പിന്നെ 30 കോടി സുവർണഭാരങ്ങളും. 30 കോടി ഭാരം സുവർണം സുബ്രാഹ്മണർക്ക് രഘൂത്തമൻ കൊടുത്തു. ബ്രാഹ്മണർക്ക് ദക്ഷിണയായിട്ട് വിദ്വാൻമാർക്ക്, വേദം അധ്യയനം ചെയ്ത വിദ്വാൻമാർക്ക് ദക്ഷിണയായിട്ട് അളവറ്റ 30 കോടി സ്വർണ്ണഭാരമടക്കം ദക്ഷിണയായി കൊടുക്കുകയാണ്. വസ്ത്രാഭരണമാല്യങ്ങൾ അസംഖ്യമായി പൃഥ്വീസുരോത്തമന്മാർക്കു നൽകിയിടിനാൻ. വസ്ത്രങ്ങളും ആഭരണങ്ങളും മാല്യങ്ങളും അസംഖ്യങ്ങളായി, സംഖ്യയില്ലാത്ത വിധം പൃഥ്വീസുരോത്തമന്മാർക്കു നൽകിയിടിനാൻ. പൃഥ്വീസുരൻ ഭൂദേവൻ, ഭൂദേവൻ ബ്രാഹ്മണൻ, ബ്രാഹ്മണന്മാർക്ക് ശ്രീരാമൻ നൽകി. ഇവിടെ വേദജ്ഞന്മാർ, പണ്ഡിതന്മാർ, ലോകത്തിന് മുഴുവൻ ഗുരുക്കന്മാരായ വേദപണ്ഡിതന്മാർ, അവരെയാണ് ഏറ്റവുമേറെ രാജാക്കന്മാരും നമ്മുടെ സംസ്കൃതിയും പൂജിച്ചിട്ടുള്ളത്. കാരണം സ്വയം വേദജ്ഞന്മാരായതുകൊണ്ട്, വേദത്തിൽ നിഷ്ഠയോടൊത്തവരായതുകൊണ്ട്, അവരുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും അവർ ലോകത്തിന് വെളിച്ചം നൽകുന്നവരാണ്. അങ്ങനെയുള്ള വിദ്വാൻമാർ ശാസ്ത്ര സ്വാധ്യായത്തിലാണ് ഏറെ നിരതന്മാരായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനസമ്പാദനത്തിനുള്ള മറ്റ് ലൗകിക ഉപായങ്ങളൊന്നും അവർ പൊതുവെ സ്വീകരിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ രാജാക്കന്മാരാലും ഏറ്റവും അധികം ദാനം ഇങ്ങനെയുള്ള വിദ്വാൻമാർക്കാണ് നൽകപ്പെടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വലിയ ദാനധർമ്മങ്ങളെല്ലാം ചെയ്തു രാമൻ എന്നർത്ഥം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. ശരീരം അനിത്യമാണ്, പക്ഷേ അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. മറ്റുള്ളവർ മരിക്കുമ്പോഴും നമുക്കത് സംഭവിക്കുന്നില്ല എന്ന അറിവില്ലായ്മയാണ് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്നും നമ്മെ അകറ്റുന്നത്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി അനഘ അമൃതാനന്ദപുരി സംസാരിക്കുന്നത്. ഓം നമർത്തീശ്വരി നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമം. ധർമാനുസൃതമായ ജീവിതം നയിക്കുന്നതിനെക്കുറിച്ചും ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ചുമൊക്കെ ധാരാളം ഉപദേശങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പല പ്രഭാഷണങ്ങളിലും നിത്യേന നമ്മളത് കേൾക്കാറുണ്ട്. അവിടെയെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടാകും. ഒരു സുഭാഷിതത്തിൽ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അനിത്യാനി ശരീരാണി വൈഭവം നൈവ ശാശ്വതം നിത്യസന്നിഹിതോ മൃത്യുഹോ കർത്തവ്യോ ധർമ്മസംഗ്രഹ. അനിത്യാനി ശരീരാണി എന്ന് പറയുന്നു. ശരീരം നശിക്കുന്നതാണെന്ന്. ഇതറിയാൻ വയ്യാത്തതാണോ എന്ന് ചോദിച്ചാൽ അറിയാം, എല്ലാവർക്കും അറിയാം ശരീരം നശിക്കുന്നതാണെന്ന്. പക്ഷേ പ്രശ്നം അവിടെയല്ല, നമ്മളത് ഓർക്കാറില്ലെന്നുള്ള കാര്യം. നമ്മുടെ ശ്രദ്ധയിലേക്ക് പലപ്പോഴും അത് വരുന്നത് ജീവിതത്തിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ മാത്രം അത് വരികയും അത് വന്ന പോലെ പോവുകയും ചെയ്യും. മഹാഭാരതത്തിലെ യക്ഷപ്രശ്നത്തിലെ ഈ ചോദ്യമുണ്ടല്ലോ, ഏറ്റവും വലിയ അത്ഭുതത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടും മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും താൻ മരിക്കുകയില്ല എന്നുള്ള തോന്നലോടുകൂടി ഓരോ മനുഷ്യരും പ്രവർത്തിക്കുന്നു എന്നുള്ളത് അത് നമുക്കെല്ലാവരും നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാണാൻ കഴിയുന്ന കാര്യം നമ്മുടെ ശരീരത്തിന് ശോഷണം സംഭവിക്കാറുണ്ട്, ചില മാറ്റങ്ങൾ വരുന്നുണ്ട്, ഇത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ ഇത് പോകുന്നതാണെന്നുള്ള ചിന്ത വരാറില്ല. ഇങ്ങനെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നമുക്കൊരു വിഷമമുണ്ടാകും, ഒരു ആകുലത വരും, ഒരു നിരാശയുടെ സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടായേക്കാം. എങ്കിലും ഈ ശരീരം നിത്യമല്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ പലപ്പോഴും അത്രയും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെന്താ പറയുന്നത്? വൈഭവം നൈവ ശാശ്വതം. പ്രഭുത്വവും, ഒന്ന് ശരീരത്തെക്കുറിച്ച് പറഞ്ഞു, രണ്ട് പ്രഭുത്വം ശാശ്വതമല്ല എന്ന്.
പ്രഭുത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ അധികാരങ്ങൾ, സ്ഥാനമാനങ്ങൾ, നമ്മുടെ ഉയർന്ന പദവികൾ, ഇതൊക്കെ നമുക്ക് ധാരാളം കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇത് എല്ലാത്തിനും പരിധിയുണ്ടാണ് പറയുന്നത്. ഒന്നും ഒരിക്കലും ശാശ്വതമല്ല. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ രാജ്യം എന്നുള്ള രീതിയിൽ നോക്കിയാൽ കഴിഞ്ഞ് പദവികളുണ്ട്, പല പല പദവികൾ, പ്രസിഡൻ്റ് തൊട്ട് താഴേക്കുള്ള ധാരാളം പദവികളുണ്ട്. ഇതിനെല്ലാം ഒരു നിശ്ചിത കാലാവധിയുണ്ട്. ആ കാലാവധി കഴിയുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് മാറണം. ഇതുപോലെ തന്നെയാണ് ഏത് ഉദ്യോഗം വഹിച്ചാലും ഏത് അധികാര സ്ഥാനത്തിരുന്നാലും ഒരു ഏകാധിപതി അല്ലെങ്കിൽ അത് നമുക്ക് മാറ്റി നിർത്താം. ബാക്കി എല്ലാത്തിനും തന്നെ ഒരു പരിധി ഉണ്ടാകും. അതൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല എന്ന് മാത്രമല്ല, പിന്നെ പറയുന്നുണ്ട് കൂടെ എന്താ ഉള്ളത്, നിത്യസന്നിഹിതോ മൃത്യു എന്നാണ് പറയുന്നത്. എപ്പോഴും മറ്റതൊന്നും ശാശ്വതമല്ലെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് മരണം മാത്രമാണെന്ന്. ഭയപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയല്ലേ. കൂടെ ഉള്ളത് എന്ന് പറയുന്നു. അത് നമ്മൾ അറിയുന്നു. അപ്പോൾ നമുക്കറിയില്ല ഇതെപ്പോഴാണെന്ന്. പക്ഷേ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് ഈ വരി നമ്മളെ ബോധിപ്പിക്കുന്നത്. പിന്നെന്തോ കാരണവും കർത്തവ്യോ ധർമ്മ സഞ്ജയ. അതുകൊണ്ട് നീ ധർമാനുസൃതമായിട്ട് കഴിയുന്നത്ര സുഹൃതം, പുണ്യം സമ്പാദിക്കുക എന്ന് പറയും. നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അതാണ്. നീ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിൻ്റെ ശരീരം നശിക്കും, നിൻ്റെ പദവികൾ പോകും. പക്ഷേ നിൻ്റെ കൂടെ ഉണ്ടാകുന്ന മൃത്യുവിനെ ഓർത്തുകൊണ്ട് നിനക്ക് ചെയ്യാൻ കഴിയുന്നത് നീ എപ്പോഴും ധർമാനുസൃതമായിട്ടുള്ള നിൻ്റെ കർത്തവ്യങ്ങൾ ചെയ്ത്, നിൻ്റെ കർമ്മങ്ങളെ ചെയ്ത് നീ സുഹൃതം, പുണ്യം സമ്പാദിക്കുക എന്ന് പറയും. അതിപ്പോഴേ സാധിക്കുകയുള്ളൂ. പിന്നീടത്തേക്കാകെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധിച്ചു വരികയില്ല. ശ്രീബുദ്ധൻ ഒരു കഥ ഉദാഹരണത്തിന് പറയാറുണ്ട്. ഒരാൾ ചോദിച്ചു അത്രേ, ഈ ഈശ്വരകാര്യങ്ങൾ അല്ലെങ്കിൽ ധാർമ്മിക കാര്യങ്ങൾ, ആധ്യാത്മിക കാര്യങ്ങൾ ഇതൊക്കെ വൈകി ചെയ്താൽ പോരെ, അതായത് പ്രായമായിട്ട് ചെയ്താൽ പോരെ എന്ന്. അപ്പോൾ ശ്രീബുദ്ധൻ ഒരു കഥ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. അയാളുടെ വീട്ടിൽ ധാരാളം പാലുള്ളൊരു പശു ഉണ്ടായിരുന്നു. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ അച്ഛൻ്റെ ശ്രാദ്ധം വരുന്നുണ്ട്. അപ്പോൾ ഇയാൾ വിചാരിച്ചു ആ സമയത്ത് ധാരാളം പാലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അന്വേഷിച്ചാൽ കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് ഇപ്പോൾ പശുവിനെ കറക്കാതെ ഇരുന്നുകൊണ്ട് ആ സമയമാവുമ്പോൾ പശുവിനെ കറന്നെടുക്കാമെന്ന് കരുതി. എത്രമാത്രം ബുദ്ധിശൂന്യമായിട്ടുള്ള ചിന്താഗതിയാണ്. ഒരിക്കലും തന്നെ പാല് അതുപോലെ 6 മാസം കഴിഞ്ഞിട്ട് കറന്നെടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടേണ്ടത്, ഇപ്പോൾ പ്രയോജനപ്പെടുത്തേണ്ടത്, ഇപ്പോൾ ഉപയോഗിക്കേണ്ടത്, ഇപ്പോൾ അനുഭവിക്കേണ്ടത്, ഇപ്പോൾ ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യണം എന്നുള്ളതാണ് ഇതിലൂടെ നമ്മളെ സൂചിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ശക്തി സ്രോതസ്സെല്ലാം നഷ്ടപ്പെട്ടു പോകും. ആരോഗ്യം നശിക്കും. ഈശ്വരനെ വിചാരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇരിക്കാനുള്ള അല്ലെങ്കിൽ സാധന ചെയ്യാനുള്ള ശക്തിയെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അമ്മ പറയുന്നുണ്ട്, ഇന്നൊരിക്കലും നാളെ ആകില്ല. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്തു തീർക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് അമ്മയുടെ ഉപദേശത്തിൽ എപ്പോഴും പറയുന്ന ആ വർത്തമാനകാലത്തിൻ്റെ പ്രസക്തി. ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ശരീരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈശ്വരനെ വിചാരിക്കാനും സാധന ചെയ്യാനും നമുക്ക് എല്ലാം ചെയ്യാൻ അത് വേണം. പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ പോലും ആ ശരീരം നമുക്ക് ഈശ്വരൻ തന്നതാണ്, അനുഗ്രഹിച്ച് കിട്ടിയതാണ് എന്ന് ചിന്തിക്കുമ്പോൾ പോലും അത് നശിക്കുന്നതാണെന്ന് തിരിച്ചറിയുക. നമ്മുടെ പ്രഭുത്വം മാറിപ്പോകുന്നതാണെന്ന് തിരിച്ചറിയുക. എപ്പോഴും കൂടെയുള്ളത് എന്താണെന്ന് എപ്പോഴും ഓർമ്മിക്കുക. എന്നിട്ട് ധർമാനുസൃതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പുണ്യം സമ്പാദിച്ച് സുഹൃതം സമ്പാദിച്ച് ജീവിതത്തെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക എന്നാണ് ഈ സുഭാഷിതത്തിലൂടെ നമുക്ക് തരുന്ന ഉപദേശം. അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ ശ്രമിക്കാം. ഓം മൃതീശ്വരി നമഃ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.